നമ്മൾ ഇന്നുള്ളത് കാട്ടക്കടയിലാണ്. ഞാനിപ്പോൾ വന്ന് നെയ്യാറ്റിങ്കരയിൽ നിന്നും കാട്ടക്കട പോകുന്ന റോഡാണ്. അപ്പോൾ ജിഷു ഒരു ഹായ് കൊടുത്തോ. ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാട്ടക്കടയിലോട്ടാണ്. നേരെ പോയാൽ നെയ്യാർ ഡാം, ലെഫ്റ്റോട്ട് പോയാൽ ട്രിവാൻഡ്രം. ഇത് നമ്മളെ കാട്ടാക്കട ബിവറേജ്. നമ്മളിത് ഇപ്പോൾ കാട്ടാക്കട ജംഗ്ഷനിലെത്തി. ഇതാണ് നമ്മുടെ കാട്ടാക്കട ജംഗ്ഷൻ. ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലെക്സ് കണ്ടു, ഏതെടുത്താലും ഒരെണ്ണത്തിന് 50 രൂപ എന്നൊരു ഫ്ലെക്സ് കണ്ടു. നമ്മൾ നെയ്യാറ്റിങ്കൽ എന്ന് പറഞ്ഞ റോഡാണ് ആ റോഡ്. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് പറഞ്ഞ റോഡാണ് ഈ റോഡ് വന്ന്. ഇവിടെ ഫുള്ള് മാർക്കറ്റ് പ്ലേസ് തന്നെ ഫുള്ള് കടകളാണ്. നമ്മുടെ ചെരുപ്പ്, പാത്രങ്ങൾ, ജ്വല്ലറി, പിന്നെ എല്ലാ കടകളും ഇവിടെ ഉണ്ട്. ഇപ്പോഴല്ലേ പാത്രക്കട. ഇതാണ് നമ്മുടെ കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡ്. 3 ബസ് അടുപ്പിച്ച് ഇറങ്ങുന്നുണ്ട്. കൂട്ടപ്പ് പോകുന്ന ബസ്സാണ് ഈ ബസ്. അതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ നെടുമങ്ങാട് ബസ് പറഞ്ഞുണ്ട്. ഇത് നമ്മുടെ KSRT ബസ് സ്റ്റാൻഡ് ഔട്ട് ഗേറ്റ് ആണ്. അപ്പോൾ അവിടെ പോകുന്ന ഗേറ്റാണ്. ജസ്റ്റ് ഫ്രണ്ടിലാണ് നമ്മളെ ശ്രീ RKN ഹോൾ എന്ന് പറഞ്ഞ ഈ ഒരു വെഡ്ഡിങ് സെൻറ്റർ. കാട്ടാക്കട സ്ട്രീറ്റാണിത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ട്രീറ്റ് നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. ആണ് KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ്. ടെക്സ്റ്റൈൽസ് ഉണ്ട്, പിന്നെ കടകൾ എല്ലാം ഉണ്ട് ആ ഒരു കോംപ്ലക്സിൻ്റെ അകത്ത്. നമ്മളെ കാട്ടാക്കട ബസ് സ്റ്റാൻഡിൻ്റെ ഓട്ടോ സ്റ്റാൻഡാണ് ഈ ഒരു നിര. ഇതാണ് നമ്മളെ KSRTC സ്റ്റാൻഡിൽ പോകുന്ന ഇൻ ഗേറ്റ്. ഇപ്പോൾ നേരത്തെ വീട് തുടങ്ങിയ നേരത്ത് വന്ന വഴി നെയ്യാറ്റിങ്കൽ ട്രിവാൻഡ്രത്ത് നിന്ന് കാട്ടാക്കട വരുന്ന വഴിയാണ്. പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ കാട്ടാക്കടയിൽ നിന്നും നെടുമങ്ങാട് നെയ്യാർ ഡാം പോകുന്നൊക്കെ റൂട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇത് ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് നടന്നു വരുമ്പോൾ തന്നെ നമുക്കിവിടെ കാട്ടാൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഇവിടെയാണ്. ഇത് പിന്നെ ഒരു ജംഗ്ഷൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാട്ടാക്കട ജംഗ്ഷൻ എന്നാണ്. പിന്നെ ഇത് ചൂണ്ടുപലക റോഡ്, അല്ലെങ്കിൽ ഇവിടെ ലോക്കലി പറയുമ്പോൾ നമ്മൾ കോളേജ് റോഡ് അല്ലേ. ഇത് നമ്മളെ കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ, ട്രിവാൻഡ്രം റൂറൽ ഡിസ്ട്രിക്ട്. എൻ്റെ കാട്ടിയും വലിയ ബാരിക്കേഡ്. നമ്മളെ കാട്ടാക്കട KSB വൈദ്യുതി ഭവനം കാട്ടാക്കട. ഇതാണ് നമ്മളെ വിസ്മയ ഹൈപ്പർ മാർക്കറ്റ് കാട്ടാക്കട. പെണ്ണോടാണ് ക്രിസ്ത്യൻ കോളേജ്. നമ്മളെ വിസ്മയ ബേക്കറി. ഇത് പള്ളിയിലെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്റ്റ് ദ കിങ്സ് ചർച്ചാണിത്. അതാണ് നമ്മുടെ ക്രിസ്ത്യൻ കോളേജ്. ഈ ഒരു റോഡ് എനിക്ക് മനസ്സിലായില്ല. ആരെങ്കിലും കമൻറ്റ് ബോക്സ് ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ക്രിസ്ത്യൻ കോളേജ് കാട്ടാക്കട. എൻ്റെ അമ്മയൊക്കെ പഠിച്ചിറങ്ങിയ കോളേജാണ്. നമ്മളെ ക്രിസ്ത്യൻ കോളേജ് ചേർന്ന് തന്നെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. നമ്മളെ പുസ്തകമേള അങ്ങനെയൊക്കെ വലിയൊരു പ്രോഗ്രാം നടക്കുമ്പം ഈ ഒരു ഗ്രൗണ്ടിലാണ് നടക്കാറുള്ളത്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് കാര്യാലയം. കാട്ടാക്കട എന്ന് പറഞ്ഞാൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ജംഗ്ഷനാണ്. എവിടെ നോക്കിയാലും കടകളും തിരക്കും കൂടുതൽ റഷുള്ള ഒരു ജംഗ്ഷനാണ് ഈ ഒരു ജംഗ്ഷൻ. എപ്പോഴും നോക്കിയാലും ഇവിടെ മിക്കവരും വരുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവുന്ന ഒരു ഏരിയയാണ്. റോഡ് നേരെ പോയ ആര്യനാടും, ലെഫ്റ്റിലോട്ട് പോയ വെളപ്പിൽശാലയാണ്. ഇത് നമ്മുടെ ഗവൺമെൻറ് LPS കുളത്തുമൽ സ്കൂള്. നമ്മുടെ റൂറൽ ഡിസ്ട്രിക്ട് ട്രഷറി കാട്ടാക്കട. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം എന്ന ബോർഡ് ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ കാട്ടാക്കട മുത്താരമ്മൻ ക്ഷേത്രം. കുറേ ഉണ്ട് നടന്ന് കാണാൻ കാട്ടാക്കട. ഇതാണ് നമ്മുടെ CSI ചർച്ച് കാട്ടാക്കട. ഇതാണ് നമ്മളെ കാട്ടാക്കട ചന്ത. നമ്മളെ കാട്ടാക്കട ചന്ത. നമ്മൾ കട ചന്തയിൽ നിന്ന് വെളിയോട്ട് ഇറങ്ങിയാണ്. ഇത് വലിയ വെട്ട് കത്തിയും പിച്ചത്തി വിൽക്കുന്നൊരു കട. കാട്ടാക്കട ചന്തയുടെ എൻ്റെ തൊട്ട് അടുത്താണ് നമ്മളെ വീർണാങ്കാവ് വില്ലേജ് ഓഫീസ്. കാട്ടാക്കട ചന്തയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഓപ്പോസിറ്റ് റോഡിൻ്റെ അപ്പുറത്താണ് നമ്മളെ പോസ്റ്റ് ഓഫീസ് കാട്ടാക്കട. ഇതാണ് നമ്മളെ കാട്ടാക്കട മുസ്ലിം ജമാഅത്ത്. അടുപ്പിച്ച് 3-4 ജ്വല്ലറി ഷോപ്പ് വലുതായിട്ടാ. മുകേഷ് ജ്വല്ലറി, രാജകുമാരൻ്റെ 2 ബിൽഡിംഗ്, ഒന്ന് വെഡ്ഡിംഗ് സെൻറ്ററും പിന്നെ ഗോൾഡൻ ഡയമണ്ട്സും. കാട്ടാക്കടയിൽ നിന്നും ജിഷുവിനൊപ്പം ഹായ്, ഞാൻ നിങ്ങൾ സ്വന്തം അഖിലോൺ ശ്രീ സൈനിങ് ഓഫ്. വാർത്ത വീഡിയോ കാണാം. അപ്പോഴത്തേക്ക് ടാറ്റാ ബൈ ബൈ.